ആദ്യമായിട്ട് ഫാമിലിയുടെ കൂടെ ഇവിടെ വന്നപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇവിടെ വീണ്ടും വീണ്ടും വരേണ്ടി വരുമെന്ന്. വരുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇവിടുത്തെ ഫുഡിന്റെ എന്തെങ്കിലും ഒരു വീഡിയോ എപ്പോഴെങ്കിലും ഒന്ന് ഇടണം. ആൻഡ് ദ ടൈം ഇസ് നൗ. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഇടാം. സംഭവം ഒരു ബേക്കറി ആൻഡ് കഫേ ആണ്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഫുഡിന്റെ ക്വാളിറ്റിയും ടേസ്റ്റും തന്നെയാണ്. ഇവിടുത്തെ എല്ലാ ഫുഡും ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ട്രൈ ചെയ്യാനാണ് എപ്പോഴും വരാറ്. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇവിടുത്തെ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ പിസ്സ. കാലിക്കറ്റിൽ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് പിസ്സ എന്ന് ഞാൻ പറയും. കാരണം ഞാൻ എവിടെ നിന്ന് പിസ്സ കഴിച്ചാലും അതിൻ്റെ ബേസ് എപ്പോഴും ബാക്കി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ പിസ്സയുടെ ബേസ് അടക്കം എല്ലാം ഞാൻ വാരി വലിച്ച് കഴിക്കും. കാലിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാലിക്കറ്റ് വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് വൺസ്. അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊരു സൂപ്പും കൂടെ അകത്താക്കിയിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം ചുമ്മാ ഒരു മൂവി കാണാൻ പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനായിരുന്നു ഇത്. അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന പ്ലാൻസ് ആണല്ലോ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി ഓടുന്ന തിരക്കിൽ ബാഗ് എടുക്കാൻ മറന്നുപോയി. വീണ്ടും പോയി ബാഗ് എടുത്തിട്ട് വരുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് പടം കാണാനാണ്. 15 മിനിറ്റ് എങ്ങാനും കഷ്ടിച്ചുണ്ടായിരുന്നുള്ളൂ പടം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ശ്രീനിവാസിൻ്റെ ഒരു ജാതി ജാതകം എന്ന പടത്തിനാണ് നമ്മൾ പോയത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു.